ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. വാസ്തവത്തിൽ ഭഗവത്ഗീതയിലൂന്നിയ ഒരു ജീവിത രീതി നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നെങ്കിൽ ഇവിടെ കഴിവില്ലാത്തവരായിട്ട്, കൊള്ളരുതാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലായിരുന്നു. ഇന്ന് മനുഷ്യ സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങളെല്ലാം വാസ്തവത്തിൽ ഉള്ളിൽ കഴിവുണ്ടായിട്ടും അത് വികസിപ്പിക്കാൻ പറ്റാതെ പോയതിൻ്റെ പരാജയമാണ്. നമ്മളൊക്കെ പഠിച്ചു മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. അതായത് മനുഷ്യനെന്ന് പറയുന്നത് ഏറ്റവും അമൂല്യമായ കഴിവുള്ള, അപ്പം നമുക്ക് ഡയമണ്ടിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഡയമണ്ട് എന്ന് പറയുന്ന കല്ല് അത് ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുത്ത് അത് പിന്നീട് അതിൽ പലതരത്തിലുള്ള കൊത്തിക്കൊണ്ട് പലതരത്തിലുള്ള കേഴ്സുകൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ അതിൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്ന അതിസുന്ദരമായൊരു ആവിഷ്കാരമായി മാറുമ്പോഴാണ് അത് വളരെ ലോകത്തിലെ ഏറ്റവും വിലപിടിച്ച കല്ലായി മാറുന്നത്. അതൊരു സാധാരണ കല്ലാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഈ വെള്ളാരം കല്ലെന്നൊക്കെ പറയില്ലേ, അതിൻ്റെ കുറേയും കൂടി പ്യൂരിഫൈഡ് ആയിട്ടുള്ളൊരു ഫോം, അത് ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതാണ്. വെറും കല്ലാണത്. ഒരുപക്ഷെ അതിനെക്കുറിച്ച് അതിൽ നിന്നും സുന്ദരമായ നല്ല കമ്മലോ അല്ലെങ്കിൽ മൂക്കുത്തി പോലുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ മാലയിൽ വെക്കാവുന്ന രീതിയിൽ അതിനെ ആക്കിയെടുക്കാൻ കഴിവില്ലായിരുന്നെങ്കിൽ അത് പട്ടിയെ എറിയാനുള്ളൊരു കല്ലായി മാറുമായിരുന്നു. ഒരു കാലഘട്ടത്തിൽ പ്രാകൃതരായിട്ടുള്ള മനുഷ്യൻ ജീവിക്കുന്ന കാലത്ത് അന്ന് ഈ ഡയമണ്ടിന് എന്ത് വിലയുണ്ട്, സ്വർണത്തിന് എന്ത് വിലയുണ്ട്. ആഫ്രിക്കൻ മൈനുകളിലൊക്കെ ധാരാളം സ്വർണവും അതുപോലെ ഇങ്ങനെയുള്ള ഡയമണ്ടുകളൊക്കെ ഉണ്ട്. ആദ്യകാലത്ത് അവർക്കൊന്നൊരു വിലയുള്ള സാധനമായില്ല, കാരണം ആർക്കറിയാം അതിനെക്കുറിച്ച്. അപ്പോൾ ഇന്നതിന് മനുഷ്യൻ്റെ ജീവിതത്തിൽ ആവശ്യകത വന്നു. എന്നതുപോലെ മനുഷ്യനും കഴിവുള്ളവനാണെങ്കിലും അവൻ്റെ കഴിവിനെ മുഴുവൻ ആവിഷ്കരിച്ചെടുക്കാത്തോടത്തോളം കാലം, അവൻ്റെ കഴിവിനെ വികസിപ്പിച്ചെടുക്കാത്തോടത്തോളം കാലം അവനും വിലയില്ലാത്തവനാണ്. ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ വില നശിപ്പിക്കുന്നത്, ഒരു മനുഷ്യനെ കഴിവില്ലാത്തവനാക്കി തീർക്കുന്നത് അവൻ്റെ ഉള്ളിലുള്ള കഴിവിനെ ആവിഷ്കരിക്കാൻ ഉതകുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസവും ജീവിത രീതികളും ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ വിദ്യാഭ്യാസം വാസ്തവത്തിൽ കുട്ടികളെ വികസിപ്പിക്കുകയല്ല മുരടിപ്പിക്കുന്നതാണെന്ന് പറയേണ്ടി വരുന്നത്. കാരണം അവരിൽ എന്താണ് ശരിക്ക്, ഞാനത് പറയുമ്പോണ്ടല്ലോ പലരും തെറ്റിദ്ധരിക്കും. അതായത് ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊണ്ട് ഗുണമുണ്ടായിരിക്കും. എന്നാൽ നിങ്ങൾ ഭൂരിപക്ഷം നോക്കൂ, നിങ്ങൾ കഴിവില്ലാതെ പോകുന്നവരാണ്. ഇപ്പോൾ സ്കൂളിൽ ഒരു 5-10 കുട്ടികൾ നല്ല രീതിയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളുടെ സ്കൂളിനെ അല്ലെങ്കിൽ ഞങ്ങളുടെ വിദ്യാഭ്യാസത്തെ കുറ്റം പറയണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മേക്കെട്ട് കയറും. ആ കുട്ടികളെ രക്ഷപ്പെടുത്താൻ ഇവരുടെ വലിയ വിദ്യാഭ്യാസം വേണ്ട, കാരണം ആ കുട്ടികളിൽ ഓൾറെഡി കഴിവുണ്ട്. എന്നാൽ കഴിവില്ലാത്ത ഭൂരിപക്ഷം കുട്ടികളെയും അവർക്ക് വികസിപ്പിച്ചെടുക്കാൻ പറ്റാതെ പോയതിൻ്റെ കാരണം ഈ കുട്ടികളിൽ കഴിവില്ലാത്തത് കൊണ്ടല്ല, ഈ കുട്ടികളിൽ സാമർഥ്യമില്ലാത്തതുകൊണ്ടല്ല, ആ കുട്ടികളിൽ അന്തർലീനമായ കഴിവിനെ വികസിപ്പിച്ചെടുക്കാൻ ഈ വിദ്യാഭ്യാസ രീതിയിൽ സംവിധാനങ്ങളില്ല. അവിടെയാണ് ഗീതയുടെ പ്രസക്തി. അവിടെയാണ് ഭഗവത്ഗീത തരുന്ന ഏറ്റവും വലിയ നമുക്കുള്ള ജീവിത ദർശനം. അപ്പോൾ ഭഗവത്ഗീത കൃഷ്ണൻ അർജുനൻ ഉപദേശിക്കുമ്പോൾ പറയുന്നത് പരാജിതരായി ജീവിക്കാനല്ല, വിജയിക്കാൻ തന്നെയാണ് ജീവിക്കേണ്ടത്. പക്ഷേ ആ വിജയത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മളെ പരാജയപ്പെടുത്തുന്ന ചില ദൗർബല്യങ്ങളെ നമുക്ക് മാറ്റേണ്ടതുണ്ട്. അപ്പം മനുഷ്യ മനസ്സാണ് ഇവിടെ പരിവർത്തനത്തിന് വിധേയമാക്കേണ്ടത്. ഓരോ മനസ്സിലും കഴിവുകൾ അന്തർലീനമാണെങ്കിലും ആ കഴിവുകളെ മറയ്ക്കുന്ന തമോ ഗുണം, രജോ ഗുണം തുടങ്ങിയ 2 ശക്തികളുണ്ട്. നമ്മൾ ഗീതയിൽ 3rd ചാപ്റ്ററിൽ അത് കണ്ടു. അർജുനൻ ചോദിക്കുന്നുണ്ടല്ലോ കൃഷ്ണനോട്, അതൊക്കേന പ്രയുക്തേയം പാപം ചരതി പുരുഷ അനിശ്ചന്നഭിവാഷ്ണയ ബലാധിപ നിയോജിത. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അർജുന കാമയേഷ ക്രോധേഷ രജോ ഗുണ സമുദ്ഭവ. മനുഷ്യനെ തോൽപ്പിക്കുന്നത് മുഴുവൻ കാമം. അവിടെ കാമം എന്നതിനർത്ഥം ലസ്റ്റ്, ഒരു സ്ത്രീയോട് തോന്നുന്ന വികാരം എന്നുള്ള അർത്ഥത്തിലല്ല. കാമം എന്ന് പറഞ്ഞാൽ ഒരു സുഖജീവിതം നയിക്കാനുള്ള, അതായത് ഒന്നും ചെയ്യാതെ ആലസ്യത്തിൽ വെറും ലഥാർജിക്കായിട്ട് സുഖമനുഭവിച്ച് ജീവിക്കാനുള്ള ഒരു പ്രവണത, അതാണ് കാമം. രണ്ടാമത്തത് ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടുള്ള റെസ്റ്റ്ലെസ്നെസ്, ക്രോധം. അപ്പം ഇത് രണ്ടും കുട്ടികളെ പലപ്പോഴും വഴിതെറ്റിക്കുന്നു. അപ്പോൾ അച്ഛനമ്മമാർ ശ്രദ്ധിക്കണം. കുട്ടികൾ ഇന്ന് സുഖലോലുപന്മാരായി തീരുകയാണ്. അതായത് എല്ലാവിധ ആർഭാടത്തിലുള്ള സാധനങ്ങളും വാങ്ങിച്ചു കൊടുക്കുമ്പോൾ, എല്ലാവിധ സൗകര്യങ്ങളുണ്ടാകുമ്പോൾ ആ കുട്ടിക്ക് മനസ്സിലാവുന്നു ഇവിടെ കഷ്ടപ്പെടാതെ പഠിക്കാതെയും ജീവിക്കാൻ വകയുണ്ട്,
എല്ലാ കുട്ടികളും ഇപ്പം എന്തിനാ കഷ്ടപ്പെട്ട് പഠിക്കുന്ന? പണ്ടൊരു കുട്ടി അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എന്തിനാ ഇപ്പം നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടൊക്കെ ജീവിക്കുന്നത്, കഷ്ടപ്പെട്ട് പഠിക്കുന്നത്? അച്ഛൻ പറഞ്ഞ, മോനെ നീ നന്നായി പഠിക്കണം, എന്നാലേ മിടുക്കനാവുള്ളൂ, നീ പഠിച്ചാലേ നിനക്ക് ജോലി കിട്ടുള്ളൂ, ജോലി കിട്ടിയാലേ നിനക്ക് ശമ്പളം കിട്ടുള്ളൂ, ശമ്പളം കിട്ടിയാലേ നിനക്ക് ജീവിതത്തിൽ അത് നേടാൻ പറ്റുള്ളൂ, ഇത് നേടാൻ പറ്റുള്ളൂ എന്നൊക്കെ ചോദിച്ചപ്പോൾ കുട്ടി ചോദിച്ചു, അച്ഛാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അച്ഛൻ സത്യസന്ധമായിട്ട് ഉത്തരം പറയണം. അച്ഛൻ പറഞ്ഞു, കഷ്ടപ്പെട്ട് പഠിക്കാൻ. ശരി, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു. എന്നിട്ട് എന്താ ഉണ്ടാവുക? അപ്പോൾ നിനക്ക് നല്ല മാർക്ക് കിട്ടും. ശരി, മാർക്ക് കിട്ടി. അപ്പോൾ നിനക്ക് വേറെ ഡിഗ്രിക്കൊക്കെ പോ. ഏത് ഡിഗ്രി? ജോലി കിട്ടുന്ന ഡിഗ്രി. ഓക്കെ, ഞാൻ ജോലി കിട്ടുന്ന ഒരു ഡിഗ്രിക്ക് ചേർന്നു. എന്നിട്ടോ നീ കഷ്ടപ്പെട്ട് പഠിക്കണം, അവിടെയും കഷ്ടപ്പെട്ട് പഠിച്ചു. എന്നിട്ടോ അപ്പം നീ അതിലും ജയിച്ചു. അപ്പോൾ ഞാൻ നല്ല മാർക്കോട് ജയിച്ചു. എന്നിട്ടോ അപ്പം നിനക്ക് നല്ല ജോലി കിട്ടും. ശരി, എനിക്ക് നല്ല ജോലി കിട്ടി, അപ്ലൈ ചെയ്തു, നല്ല ജോലി. അപ്പോഴോ നല്ല ശമ്പളം കിട്ടും. ശരി, ശമ്പളം കിട്ടി. അപ്പം നീ ശമ്പളമൊക്കെ കിട്ടിയല്ലോ, അപ്പം നീ കല്യാണമൊക്കെ കഴിക്കണം, പ്രായമായി. അപ്പം നിനക്ക് നല്ല ശമ്പളമുള്ളൊരു വീട്ടിലെ പെൺകുട്ടിയെ, അല്ലെങ്കിൽ നല്ല പണമുള്ള ഒരു വീട്ടിലെ കുട്ടിയെ നിനക്ക് കല്യാണം കഴിക്കാം, വിദ്യാഭ്യാസമുള്ള ജോലികൾ. ശരി, നല്ല പണമുള്ള ഒരു വീട്ടിലെ നല്ല സുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടിയെ, അതും നല്ല ശമ്പളം വാങ്ങിക്കുന്ന ഒരു കുട്ടിയെ കല്യാണം കഴിച്ചു. ശരി, അതുമായി. എന്നിട്ടോ പിന്നെ നിനക്ക് കുട്ടികളൊക്കെ ഉണ്ടാവും. ശരി, അതുമായി. എന്നിട്ടോ അപ്പം നിനക്ക് നല്ല സുഖമായിട്ട് ജീവിക്കാം. അപ്പോൾ കുട്ടി ചോദിച്ചു, അച്ഛാ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഞാനൊരു സുഖജീവിതം കിട്ടും, എന്തുറപ്പുണ്ടതിൽ? എന്തുറപ്പുണ്ട്? അച്ഛന് വല്ല ഉറപ്പുണ്ടോ? എന്നാൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പരമസുഖമല്ലേ എന്നൊന്ന് ആലോചിച്ച് നോക്കും. ഈ കഷ്ടപ്പെടണ്ട, പഠിക്കണ്ട, ബുദ്ധിമുട്ടണ്ട, എന്താ വീട്ടിലൊരു സുഖം, വിചാരിക്കുന്ന സമയത്ത് ഭക്ഷണം കിട്ടുന്നുണ്ട്, അതും അമ്മ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി തരുന്നുണ്ട്. ഇനി നിങ്ങൾ തന്നില്ലെങ്കിലും ഓൺലൈൻ വഴി എനിക്ക് വിളിച്ച് വരുത്തിയ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ഇത്രയൊക്കെ സുഖം, അതിന് വേണ്ടിയിട്ടല്ലേ ഈ കഷ്ടപ്പെടലൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെന്താ പറയാനുള്ളത്? അപ്പോൾ ഈ തരത്തിലൊരു ആലസ്യത്തിൽ സുഖം അനുഭവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരാളുടെ കഴിവുകളെ മുഴുവൻ ഇല്ലാതാക്കാൻ ആലസ്യത്തിന് പറ്റും. മഹാഭാരത യുദ്ധക്കളത്തിൽ 12 വർഷം പാണ്ഡവന്മാർക്ക് കാനനവാസം, കാട്ടിൽ വാസം, 1 വർഷം അജ്ഞാതവാസം. ഈ സമയത്തുണ്ടല്ലോ ഭഗവാൻ കൃഷ്ണൻ പാണ്ഡവരോട് പറഞ്ഞത്, നിങ്ങൾ കാട്ടിൽ വസിക്കുന്ന സമയമുണ്ടല്ലോ അതൊരു കാനനവാസമാവരുത്, പിന്നെ അതൊരു ആയുധവാസമാക്കണം. എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ ആയുധങ്ങൾ പഠിക്കുന്നതിൽ, ഉള്ള ആയുധങ്ങൾ പരിശീലിക്കുന്നതിൽ നിങ്ങളുടെ സമയം മുഴുവൻ ചെലവഴിക്കണം. കാനനത്തിലിരിക്കുന്നത് ഒരു തരം റിഹേഴ്സലാണ്, ട്രെയിനിങ് ആണ്, പരിശീലനമാണ്. അല്ലാതെ കാട്ടിൻ്റെ ഉള്ളിൽ അങ്ങനെ നിങ്ങൾ സുഖമായിട്ടിരുന്ന് സമയം കളഞ്ഞു കഴിഞ്ഞാൽ നാളെ ഒരു ഘോരമായ യുദ്ധം വരുമ്പോൾ അന്ന് ആയുധമെടുക്കാൻ കഴിവില്ലാത്തവരായി നിങ്ങൾ മാറും. അപ്പം അതുകൊണ്ട് തന്നെ ആ 12 വർഷം പാണ്ഡവരെ സംബന്ധിച്ച് അതൊരു നല്ല ട്രെയിനിങ് പീരീഡായിരുന്നു. അപ്പോഴാണല്ലോ അർജുനന് പാശുപതാസ്ത്രം പോലുള്ള അസ്ത്രങ്ങൾ കിട്ടി. ഐന്ദ്രേയ അസ്ത്രം തുടങ്ങി അനവധി അസ്ത്രങ്ങൾ അർജുനന് കിട്ടിയത്. പിന്നീട് പോരാത്തതിന് ഉർവശി ശാപം എന്നത് പറഞ്ഞതുപോലെ അർജുനന് ആണും പെണ്ണും കെട്ടൊരവസ്ഥയിൽ ഒരു കാലം അജ്ഞാതവാസം താമസിക്കേണ്ട സമയത്ത് ജീവിക്കാനും ആ ഒരു 12 വർഷത്തെ കാനനവാസത്തിലെ പ്രയത്നത്തിൻ്റെ ഇടയിൽ സാധ്യമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ റെസ്റ്റ് എടുത്ത് സുഖമായിട്ടിരിക്കാനല്ല കൃഷ്ണൻ പറഞ്ഞത്, പരിശീലിച്ചു കൊണ്ടിരിക്കുക, പ്രയത്നിച്ചു കൊണ്ടിരിക്കുക, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക, അധ്വാനിച്ചു കൊണ്ടിരിക്കുക. ഈ തരത്തിൽ പാണ്ഡവന്മാർ ചെയ്തുവെങ്കിലും കൗരവന്മാരപ്പുറത്തിരുന്ന് ചൂതും കളിച്ച് കള്ളും കുടിച്ച് പാണ്ഡവന്മാരുടെ ഗതികേട് നോക്കിക്കൊണ്ട് ആർത്ത് സന്തോഷിക്കുകയായിരുന്നു. അങ്ങനെ സന്തോഷിച്ച സമയത്ത് പാണ്ഡവന്മാരെ പരിശീലിക്കുന്നു, ഇവിടെ കൗരവന്മാർ അലസരായിത്തീരുന്നു. അങ്ങനെയുള്ള അലസന്മാരുടെ എണ്ണം എത്ര കൂടുതലാണെങ്കിലും ആയുധം പരിശീലിച്ച പാണ്ഡവന്മാർക്ക് ഇവരെ നിസ്സഹായം തോൽപ്പിക്കും. ഒരു തരത്തിലും ഒരു അധിക പ്രയത്നമില്ലാതെ തോൽപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നോക്കൂ, മൊത്തം 18 അക്ഷൗഹിണി, അതിൽ 11 അക്ഷൗഹിണിയാണ് കൗരവന്മാരുടെ കൂട്ടത്തിൽ. വെറും 7 അക്ഷൗഹിണി. എണ്ണം കൊണ്ട് നോക്കുകയാണെങ്കിൽ വലിയ പട്ടാളമാണ് കൗരവരുടേത്. എന്നാൽ വിരലിൽ എണ്ണാവുന്ന പട്ടാളമേ പാണ്ഡവന്മാരുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ആ പട്ടാളത്തെ വെച്ചുകൊണ്ട് വലിയ നാശമില്ലാതെ ഒരു മഹായുദ്ധത്തിൽ കൗരവന്മാരുടെ ജീവിതം തകർത്ത് തരിപ്പണമാക്കാൻ പാണ്ഡവന്മാർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അവരുടെ നിത്യാഭ്യാസി ആനയെടുക്കും എന്ന് പറഞ്ഞ പോലെ നിരന്തരമായ പ്രയത്നമാണ്. അപ്പം അതുപോലെ തന്നെയാണ് മനുഷ്യ ജീവിതം. ഇവിടെ ഓരോ വ്യക്തിയും മനസ്സിലാക്കണം, ഞാനൊരു സുഖം പ്രതീക്ഷിച്ച് അലസനായി ജീവിക്കുന്നുവെങ്കിൽ, അതായത് പ്രയത്നിക്കാതെ സുഖം കണ്ടെത്തുന്നവനാണെങ്കിൽ, ഉള്ള സുഖത്തിൽ ജീവിക്കുന്നവനാണെങ്കിൽ
എന്നെ പിടികൂടിയിരിക്കുന്നത് തമോ ഗുണമാണ്. അതാണ് സമ്പന്നരുടെ വീട്ടിലൊക്കെ സംഭവിക്കുന്നത്. അച്ഛനും അമ്മയും ഡോക്ടർമാരാവും, മക്കൾ വളരെ സുഖലോലുപന്മാരായി ജീവിക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അച്ഛനമ്മമാർ നല്ല ഉദ്യോഗമുള്ളവരാണെങ്കിൽ അവർക്ക് എല്ലാ ഗഡ്ജറ്റ്സുകളും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളുടെ കയ്യിൽ ഇന്ന് ടാബ്ലറ്റുകളുണ്ട്, അല്ലെങ്കിൽ ഐപാഡ് പോലുള്ള സാധനങ്ങളുണ്ട്, പിന്നെ മ്യൂസിക് കേൾക്കാൻ സംവിധാനങ്ങളുണ്ട്, കൂട്ടുകാരോട് ചാറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ, വീഡിയോ ഗെയിംസിൻ്റെ സാധനങ്ങൾ, അതല്ലെങ്കിൽ അവർക്ക് ടി വിയിലിരുന്നു കൊണ്ട് പല വീഡിയോ സ്പോർട്സ് പരിശീലിക്കാനുള്ള സംവിധാനങ്ങൾ, ഇങ്ങനെ ജീവിതത്തിൽ എൻ്റർടൈൻമെൻറ്റായി സുഖലോലുപന്മാരായി ജീവിക്കുന്ന ഇത്തരം കുട്ടികളിലെ പല ക്രിയേറ്റിവിറ്റികളും ക്രമേണ കെട്ടടങ്ങി അവസാനം മടുപ്പ് വന്ന് വിരസത വന്ന്, കാരണം ഈ അലസതയിൽ കുറേ കാലം ഇരിക്കാൻ പറ്റില്ല. കാരണം മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഇനേർഷ്യ കുറേ കഴിഞ്ഞാൽ അവനൊരു അസ്വസ്ഥതയുണ്ടാക്കും. അപ്പോൾ അവന് വല്ലതും ചെയ്യണമെന്ന് തോന്നുമ്പോൾ ആ ശരീരത്തിന് ചെയ്യാൻ പറ്റാതാവും. കാരണം മസിലുകളും സെൽസുകളും ഒക്കെ മടിപിടിച്ച് അതിൻ്റെ എല്ലാ ക്രിയേറ്റിവിറ്റിയും അതിൻ്റെ എല്ലാ ഡൈനാമിക്സവും നഷ്ടപ്പെട്ട് അതിൻ്റെ ഊർജ്ജം നഷ്ടപ്പെട്ട് അങ്ങനെ അലസമായി ജീവിക്കേണ്ടി വരും. നിങ്ങളൊരു കഥ കേട്ട് കാണും, ഒരു പക്ഷേ ഞാൻ പറഞ്ഞത് ആവർത്തനായിരിക്കാം, എങ്കിലും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. പണ്ട് സർക്കസുകളൊക്കെ ഫേമസ് ആയിരുന്ന കാലം നമ്മുടെ ഭാരതത്തിൽ ധാരാളം സർക്കസ് കമ്പനികളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ബംഗാളിൽ നിന്നായിരുന്നു ഈ സർക്കസൊക്കെ നാട്ടിലേക്ക് വന്നിരുന്നത്. ഇപ്പം ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് പല സിറ്റികളിലും ഞങ്ങൾ കാണാറുണ്ട് വലിയ സർക്കസ് കൂടാരങ്ങൾ വന്നിട്ട് അവിടെ ഒരുപാട് സർക്കസ് കാര്യങ്ങൾ, അതായത് വലിയ ജൈജാൻറ്റിക് വീല് കറക്കുന്ന സാധനം, പിന്നെ കുറേ കുതിരകളുടെയും മറ്റ് സാധനങ്ങൾ വെച്ചിട്ട് റൗണ്ട് ചെയ്യിക്കാൻ സാധിക്കുന്ന സാധനങ്ങൾ, പിന്നെ അങ്ങനെ പലതും. ഇവരുടെ കൂട്ടത്തിൽ മൃഗങ്ങളെ വെച്ചുകൊണ്ട് ഇവർ പല ഷോ നടത്തുമായിരുന്നു. അപ്പം അതിൽ ആനയുണ്ടാവും, ഒട്ടകമുണ്ടാവും. പണ്ട് കാലത്തൊക്കെ ഈ സിംഹങ്ങളെയും പുലികളെയൊക്കെ കൊണ്ടുവരുമായിരുന്നു, കാരണം അന്നൊക്കെ ലൈസൻസ് കിട്ടുമായിരുന്നു. അപ്പോൾ ഇവർ കാട്ടിൽ നിന്നൊക്കെ പിടിച്ചിട്ട് അതിനെ മയക്കുകയും മെരുക്കിയെടുത്ത് അങ്ങനെ അവർ അത്യാവശ്യം ഷോ ചെയ്യും. ആനയെ കൊണ്ടൊക്കെ സൈക്കിളൊക്കെ ചവിട്ടിക്കണമൊക്കെ നിങ്ങൾ പണ്ടുള്ളവർ കണ്ടിട്ടുള്ളതൊക്കെ മനസ്സിലാവും. ഇപ്പോൾ അത്തരത്തിലുള്ളതൊക്കെ കാണണമെങ്കിൽ വല്ല വിദേശത്ത് പോകണം, നിങ്ങൾ തായ്ലൻഡിലൊക്കെ പോകണം. അപ്പോൾ ഇവിടെ ഈ സ്ഥലത്ത് ഇവരുടെ ഈ സർക്കസിൽ പുലികളെയും മറ്റും കൊണ്ടുവന്നിരുന്നു. അപ്പോൾ 8-10 പുലികളെ അവരിങ്ങനെ പല ഷോയ്ക്കും, പുലികളുടെ മുകളിൽ ഒരു പുലിയുടെ മുകളിൽ മറ്റൊരു പുലിയൊക്കെ നിന്നിട്ടുള്ള പല ഷോയും അവർ ചെയ്ത്, തീയിട്ടുള്ള റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ പുലിയെ ചാടിച്ചൊക്കെ ഉള്ള പല ഷോ ചെയ്ത് അങ്ങനെ അവർ പൈസ ഉണ്ടാക്കും. പിന്നീട് സെൻട്രൽ ഗവൺമെൻറ് ഈ തരത്തിലുള്ള ആനിമൽ ക്രൂവൽറ്റി കംപ്ലീറ്റ്ലി ബാൻ ചെയ്തു. അപ്പോൾ ഈ മൃഗങ്ങളെയൊക്കെ കൊണ്ട് കാട്ടിൽ വിടാൻ പറഞ്ഞു. ആനിമൽസിനെയൊന്നും പിന്നീട് ഒരിക്കലും ഷോയിൽ ഉപയോഗിക്കരുതെന്ന് നിയമം വന്നപ്പോൾ ഈ മൃഗങ്ങളെയൊക്കെ അവർ കാട്ടിൽ കൊണ്ടു. പക്ഷേ അതെന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ബംഗാളിൽ കുറേ കടുവകളെ അവർ കൊണ്ടുപോയി കാട്ടിൽ വീക്ഷിച്ചു. അങ്ങനെ ഒരു 10ഓളം കടുവകളെയൊക്കെ കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് ഇവർ ഒരു ആഴ്ച കഴിഞ്ഞ് ഒന്ന് പോയി നോക്കുകയാണ് ആ കടുവകളുടെയൊക്കെ ജീവിതം എങ്ങനെയുണ്ട്. അവർ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അല്ലെങ്കിൽ കാട്ടിലെ ജീവിതത്തിലേക്ക് അവർ കടന്നു, കാടുമായിട്ട് ഇണങ്ങി ജീവിക്കാൻ തുടങ്ങി. കാരണം ഇത്രയും കാലം നാട്ടിൽ ജീവിച്ചവരാണ്. അവർ കണ്ട അവസ്ഥ വളരെ ദയനീയമായിരുന്നു, വളരെ വേദനാത്മകമായിരുന്നു. ഈ 10 കടുവകളും ചത്ത് കിടക്കുന്നതാണ്. എങ്ങനെ ചത്തു എന്ന് വെച്ചാൽ പട്ടിണി കൊണ്ടല്ല, അവരെയൊക്കെ കീറി പൊളിച്ച് കൊന്നൊടുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവർ ഇതിനെക്കുറിച്ച് നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായത്, അവിടുത്തെ കുറേ കാട്ടിൽ വസിക്കുന്ന ആളുകളിൽ നിന്നൊക്കെ മനസ്സിലായത്, ഈ കടുവകളെ കൊണ്ടുവിട്ട അന്ന് മുതൽ അവരവിടെ തന്നെ അലസരായിട്ടിരിക്കുകയായിരുന്നു. കാര്യം ഈ കടുവകൾക്കൊക്കെ കൃത്യസമയത്ത് ആഹാരം കിട്ടുമെന്നു. പക്ഷെ കാട്ടിലെത്തിയപ്പം പാവങ്ങൾക്കറിയില്ല ഞങ്ങളിനി സ്വന്തം ഇര തേടണമെന്ന്. അവരാ കാട്ടിലും വെയിറ്റ് ചെയ്യാണ് ആഹാരം കൃത്യസമയത്ത് വരാൻ വേണ്ടിയിട്ട്. എന്നാലോചിച്ച് നോക്കൂ, ഈ സമയത്ത് ഒരു കൂട്ടം കാട്ടിലുള്ള ഹെന്നകൾ, ചെന്നായ്ക്കൾ ഇവറ്റകളുടെ മേലെ ചാട്ടി വീണ് കീറിപ്പറച്ച്, പാവം ഇവർക്ക് കുറേ കാലങ്ങളായിട്ട് പ്രതിരോധിക്കാനുള്ള കഴിവില്ല. അടികൊണ്ടും എല്ലാ ചാട്ടവാറ് കൊണ്ട് അടികൊണ്ട് ആ അടിയിൽ പേടിച്ച് അങ്ങനെ അടിമകളെപ്പോലെ ജീവിക്കുകയായിരുന്നു. പ്രത്യാക്രമണത്തിനുള്ള കഴിവുണ്ടായിരുന്നില്ല. കുറേയൊക്കെ അവർ ചെറുത്തു നിന്നു. അവസാനം നിസ്സഹായരായി മരണത്തിന് അവർ വിധേയരായി. ഈ തരത്തിൽ കടുവകളെ ചെന്നായ്ക്കൾ കടിച്ചു കീറുക എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു, നോക്കൂ, കഥ പറയുന്ന തന്നെ നമുക്ക് മനസ്സിലാവും എന്തൊരു സംഭാവ്യമായ കാര്യമാണ് സംഭവിക്കുന്നത്. നോക്കൂ, ഒരു കടുവ ഗൗരവത്തിൽ എണീറ്റ് നിന്നാൽ തന്നെ ചെന്നായ്ക്കളുടെ അഡ്രസ്സ് ഉണ്ടാവില്ല ആ ഭാഗത്ത്. അത്ര അതിൻ്റെ ശക്തിയും കരുത്തും അതിൻ്റെ ആ ഗൗരവവും. പക്ഷേ ഇവിടെ 10 കടുവകളെ ചെന്നായ്ക്കൾ കടിച്ചു കീറിക്കൊന്നിരിക്കുന്നു. എന്നെന്താ മനസ്സിലാക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ്റെ അവസ്ഥ ഇതാണ്. അപാരമായ കഴിവും ശക്തിയും ഒക്കെ വെച്ചിട്ട് ആലസ്യത്തിലേക്ക് വീണുപോയാൽ
പിന്നെ ആ മനുഷ്യന് രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് രക്ഷിതാക്കളോടൊക്കെ പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടിൽ വളരെ ഒരു ആലസ്യത്തിൽ ജീവിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ ഓർക്കുക, അവരുടെ ജീവിതത്തിൻ്റെ വലിയ തകർച്ചയാണ് നിങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിലൊരു കൃത്യനിഷ്ഠ നമ്മുടെ കുട്ടികളിൽ ഉണ്ടാകണം. രാവിലെ ഒരു 5 മണിക്ക് സൂര്യോദയത്തിന് മുമ്പ് എണീക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് ആധുനിക വൈദ്യശാസ്ത്രം പറയുമ്പോൾ നമ്മുടെ കുട്ടികളെ ആ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരേണ്ടതില്ലേ? കാരണം ഇന്ന് കോവിഡ് പോലുള്ള മഹാവ്യാധികൾ ശരീരത്തിൻ്റെ പ്രതിരോധത്തെ ചോർത്തിക്കളയുമ്പോൾ ഇനി എടുത്തിരിക്കുന്ന വാക്സിനേഷൻ്റെ സൈഡ് എഫക്റ്റുകൾ എന്തെന്നറിയാതെ നാം ഓരോരുത്തരും ഇങ്ങനെ എന്ത് സംഭവിക്കുമെന്നറിയാതെ ഒരു ഉത്തരമില്ലാതെ ജീവിക്കുമ്പോൾ ഈ ശരീരത്തിനൊരു പ്രതിരോധം സൃഷ്ടിക്കേണ്ടതില്ലേ? അപ്പോൾ ആ ശരീരത്തിൻ്റെ പ്രതിരോധത്തിന് വേണ്ടിയിട്ടെങ്കിലും ഭഗവാൻ പറയുന്ന പോലെ ശരീരയാത്രാഭിജത്തെ, ഈ ശരീരയാത്രയ്ക്ക് വേണ്ടി ശരീരത്തിൻ്റെ പ്രയോജനത്തിന് വേണ്ടിയിട്ടെങ്കിലും നമ്മൾ ഒരു കൃത്യനിഷ്ഠ ജീവിതത്തിൽ പാലിക്കുന്നത് നല്ലതല്ലേ? അപ്പം അതുകൊണ്ടാണ് എനിക്ക് രക്ഷിതാക്കളോട് പറയാനുള്ളത്, രാവിലെ കുട്ടികളെ നേരത്തെ എണീപ്പിച്ച് ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോവുക, പ്രദക്ഷിണം വയ്പ്പിക്കുക, അതൊരു ശീലമാക്കുക. പ്രാണായാമം, പ്രണവം, അതായത് ഓങ്കാരം ചൊല്ലിക്കുക, കുറച്ചു നേരം പ്രാണായാമം ചെയ്യിക്കുക. അപ്പോൾ ശുദ്ധമായ ഓക്സിജൻ ശരീരത്തിലേക്ക് കയറും, എല്ലാ സെല്ലുകൾക്കും ഓക്സിജനും കിട്ടും, രാവിലെ നടക്കുന്നതുകൊണ്ട് പ്രാണശക്തി കിട്ടും. ഇത് തന്നെയാണ് പ്രതിരോധത്തിൻ്റെ മുഖ്യ ഘടകം. പ്രാണശക്തിയും ഓക്സിജനും, ശുദ്ധമായ ഓക്സിജനും, പിന്നെ സൂര്യപ്രകാശവും വൈറ്റമിൻ ഡിയും, ഇതൊക്കെ നമ്മുടെ സെല്ലുകൾക്ക് കിട്ടുമ്പോൾ ആ ശരീരത്തിലുള്ള സെല്ലുകൾക്ക് പല രോഗങ്ങളെയും പ്രതിരോധിക്കാനുള്ള, ഈവൻ മൈഗ്രെയിൻ പോലുള്ള രോഗങ്ങളെ നേരിടാനുള്ള കരുത്ത് ആ ശരീരത്തിനുണ്ടായിരിക്കും. അപ്പം അതിനൊരു കൃത്യനിഷ്ഠ അത്യാവശ്യമാണ്. അപ്പം അതുകൊണ്ട് തമോ ഗുണം എന്നാൽ അലസമായിട്ടിരുന്ന് സുഖിച്ച് ജീവിക്കാനുള്ള ഒരു പ്രേരണയുണ്ടല്ലോ. ഒന്നും ചെയ്യാതെ സുഖമായിട്ടിരുന്ന് ഭക്ഷണം കഴിച്ച് ഓരോ കളികളിലും പെട്ട്, അല്ലെങ്കിൽ ഓരോ കളികൾ നമ്മൾ തന്നെ ഇൻ്റർനെറ്റ് കളികളിലൊക്കെ കളിച്ച് അങ്ങനെ സമയം കൊന്നൊടുക്കി അല്ലെങ്കിൽ കഴിച്ചു തീർത്ത് സമയത്തെ പാഴാക്കിക്കൊണ്ട് അങ്ങനെ ജീവിതം നയിക്കുന്ന ഒരു ഈസി ലൈഫ്, അത് അപകടമാണ്. അപ്പം അതുകൊണ്ട് അത്തരം ഈസി ലൈഫിലേക്ക് പോകുന്ന കുട്ടികളെ നല്ല കൃത്യനിഷ്ഠയിലേക്ക് ലേശം ഡിസിപ്ലിനായിട്ട് കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. എനിക്ക് രക്ഷിതാക്കളോട് പറയാനുള്ളത്, ഗീത കേട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, കോംപ്രമൈസ് ചെയ്ത് പലപ്പോഴും പല വീട്ടിലും കോംപ്രമൈസ് ചെയ്യും. അതായത് രാവിലെ തന്നെ ഇപ്പോഴത്തെ അമ്മമാരാണ് കുറച്ചുകൂടി ഇൻ്റലിജൻറ്റ്. അപ്പം അമ്മമാർ പറയും, ദേ എണീക്കടി മോളെ, സമയമായിരിക്കണു, അല്ലെങ്കിൽ എണീക്കടാ, നീ രാവിലെ സമയം ഇങ്ങനെ കിടന്നുറങ്ങല്ലേ. അപ്പോൾ അച്ഛൻ പറയോ, പാവം വെക്കേഷനല്ലേ, കിടന്നോട്ടെ, എന്തിനാ ഉപദ്രവിക്കുന്നത്? കാരണം ഈ മനുഷ്യൻ നന്നാവാനായിട്ട് അനുവദിക്കില്ല. അപ്പം അങ്ങനെയാണ് പല വീട്ടിലും അമ്മമാരൊരു പക്ഷേ കുട്ടികളെ രക്ഷിക്കാൻ നോക്കിയാലും പൊട്ടൻ അച്ഛൻ സമ്മതിക്കില്ല. കാരണം അവർക്ക് അത്രയും വിവരമുള്ളൂ. പ്രത്യേകിച്ചെന്ന് രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരത്തിൽ നടക്കുന്ന ഈ കേരളത്തിൽ പൊട്ടന്മാരായ കുറേ രക്ഷിതാക്കളുടെ എണ്ണം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുറേ കഴിഞ്ഞാൽ ഈ കുട്ടികളൊക്കെ എന്നിട്ട് ഈ അമ്മയെ ചീത്ത പറയും, നീ അങ്ങനെ വളർത്തിയതുകൊണ്ടാണ്, നീ ഇങ്ങനെ വളർത്തിയതുകൊണ്ടാണ്, നിൻ്റെ വളർത്തൽ ശരിയല്ലാത്തതുകൊണ്ടാണ്, എൻ്റെ മകനായിരുന്നെങ്കിൽ അങ്ങനെ പോവില്ലേ. ഇങ്ങനെ പാവം സ്ത്രീകൾ പഴി കേൾക്കാനും പഴിയപ്പെടാനായിട്ട് വിധിക്കപ്പെട്ടവരായി മാറി. അപ്പം ഇങ്ങനെ നമ്മുടെ സമൂഹം വഴിതെറ്റുമ്പോൾ ഇതിനൊരു മാറ്റമുണ്ടാക്കാൻ രക്ഷിതാക്കൾ എല്ലാവരും ഇക്കാര്യത്തിൽ ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കണം. നിങ്ങളുടെ കുട്ടികളെ കഴിവുള്ളവരാക്കി തീർക്കണമെങ്കിൽ ആലസ്യ സുഖത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ സാധ്യമല്ല. ആലസ്യ സുഖം കഴിവുകളെ മുഴുവൻ വരണ്ട് നശിപ്പിക്കും. എല്ലാ കഴിവുകളുണ്ടായാലും അതൊന്നും വികസിപ്പിക്കാൻ പറ്റാതെ മസിലുകൾ അങ്ങനെ സ്റ്റിഫായി, എല്ലാ മസിലുകളും കഴിവുകെട്ടതായി, ഒരു പ്രയത്നവും ചെയ്യാതിരിക്കുമ്പോൾ അവസാനം ജീർണിച്ച ഒരു ശരീരവും ആകെ പരാജയപ്പെട്ടൊരു മനസ്സുമായിട്ട് അങ്ങനെ ജീവിതത്തിൽ അവർക്ക് ജീവിക്കേണ്ടി വരും. അപ്പം ഈ ദുരന്തം നമ്മുടെ കുട്ടികൾക്കുണ്ടാവാതിരിക്കാനാണ് കൃത്യനിഷ്ഠമായ ചില അഭ്യാസങ്ങൾ, അനുഷ്ഠാനങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് കൊണ്ടുവരേണ്ടത്. ഇനി നോക്കൂ, നിങ്ങൾ സ്കൂൾ അധ്യാപകരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, കഴിവില്ലാത്ത ഒറ്റ കുട്ടികളുമില്ല. അപ്പോൾ കഴിവില്ലാത്ത കുട്ടികൾ, അതായത് പലതും അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ മനസ്സിലാവാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരിൽ നിങ്ങൾക്ക് കാണാൻ പറ്റണം ഈ തമോ ഗുണവും രജോ ഗുണവും വളരെ അധികരിച്ചതുകൊണ്ടാണ്. തമോ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സ് പഠിക്കാനല്ല താല്പര്യം, അവർക്ക് മറ്റു കാര്യങ്ങളിലൊക്കെയാണ് താല്പര്യം. അലസമായിട്ടിരിക്കുക, കൂട്ടുകെട്ടിൽ അങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുക. നിങ്ങൾ കാണും പല കുട്ടികളും, അത്തരത്തിലുള്ള കുട്ടികൾ പഠിക്കാതെയൊക്കെ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ, പഠിക്കാനല്ല, അവർ ആരും കാണാതെ പോയി ബീഡി വലിക്കുക, അല്ലെങ്കിൽ കടലാസ് കൊണ്ട് ചുരുട്ടി ബീഡി ഉണ്ടാക്കുക, അല്ലെങ്കിൽ വേറെ കളിച്ച് സമയം കളയുക. ഇങ്ങനെ എങ്ങനെയെങ്കിലും ആ സമയം അവർ തീർത്തിരിക്കും. അപ്പം ആ തരത്തിൽ ആലസ്യത്തിൽ ജീവിച്ച് സുഖം അനുഭവിക്കുന്ന കുറേ കുട്ടികളുണ്ടെങ്കിൽ
അവരെ കഴിവുള്ളവരാക്കി തീർക്കണമെങ്കിൽ അവരിലെ ആലസ്യത്തെ നമുക്ക് മാറ്റേണ്ടതുണ്ട്. അതുപോലെ തന്നെ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള മനസ്സൊന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത മനസ്സുള്ള കുട്ടികളിൽ ഏകാഗ്രത പരിശീലിപ്പിക്കേണ്ടതുണ്ട്. അപ്പം ഇത് രണ്ടും അധ്യാപകർ മനസ്സിലാക്കണം. ഒന്ന്, ആലസ്യം മാറ്റണം. രണ്ട്, മനസ്സിൻ്റെ അൺസ്റ്റഡീനെസ്, റെസ്റ്റ്ലെസ്നെസ് മാറ്റണം. ഇതിനാണ് നമുക്ക് രണ്ട് കാര്യങ്ങൾ. ക്ലാസ്സിൽ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ പ്രാണായാമം, നിവർന്നിരുന്ന് പ്രാണായാമം പരിശീലിപ്പിച്ചും, രണ്ടാമത്തത് ഏകാഗ്രത, അതായത് റെസ്റ്റ്ലെസ്നെസ് എടുത്തു കളയുന്ന ദീർഘ ഓങ്കാരം ഇങ്ങനെ നീട്ടി ഓം അങ്ങനെ നീട്ടി 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 ജപിക്കുമ്പോൾ, ചൊല്ലുമ്പോൾ, ഇനിയിപ്പം സ്കൂളല്ലേ മതേതരത്വം അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ കടന്നു വരും. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും മതേതരത്വം ഹിന്ദുക്കൾക്ക് മാത്രമേ എളിയും മതേതരത്വം. അപ്പോൾ അതുകൊണ്ട് മതേതരത്വം പറഞ്ഞ് കുറേ ആൾക്കാർ, കാരണം ഓങ്കാരം കൊണ്ട് ചൊല്ലുമ്പോഴേക്കും തുടങ്ങും ഹിന്ദുവിൻ്റെ പഠിപ്പിക്കുകയാണ്, ഹിന്ദുക്കളുടെ മതം അടിച്ചേൽപ്പിക്കുകയാണെന്ന്. എന്നാൽ ഈ ഓങ്കാരം എന്ന് പറഞ്ഞാൽ ഹിന്ദുവിനെന്നോ ഒരു ജന്തുവിനെന്നോ ഇല്ലേ, ഇത് മനുഷ്യർക്കുള്ളതാണ്. ഓം എന്ന വാക്കിൻ്റെ അർത്ഥം പല പോത്തുകൾക്കും അറിയാത്തതുകൊണ്ട് അവർ ഹിന്ദുവിൻ്റെ മാത്രമായിട്ട് കാണും. പോത്ത് ബുദ്ധികളാണ്. കാരണം ഓം എന്ന് പറയുന്നത് ഹിന്ദുവിന് മാത്രം അർഹതപ്പെട്ടതല്ല. ഓം എന്ന് പറയുന്നത് ഒരു സത്യമാണ്, ശാസ്ത്രീയ സത്യമാണ്. ആ ഊ മ ഈ അക്ഷരങ്ങളുടെ കോമ്പിനേഷനാണ് ആ ഓം. ആ ഓം, അതാണ് ഓം. ആ ഓം. ആ എന്ന് പറഞ്ഞാൽ എക്സ്പാൻഷൻ, വികാസം, പ്രപഞ്ച വികാസം. ഊ എന്ന് പറഞ്ഞാൽ ആ വികാസത്തിൻ്റെ പാരമ്യതയിലെത്തി, ഇനി അത് സങ്കോചത്തിലേക്ക് കിടക്കുകയാണ്. അപ്പം ഇത് വികാസത്തിൻ്റെ പാരമ്യതയാണ്, അല്ലെങ്കിൽ വികാസത്തിൻ്റെ ഒരു എത്താവുന്നതിൻ്റെ ഒരു സ്റ്റേജാണ് ഉകാരം. പിന്നീട് മകാരം, സങ്കോചം. അപ്പം വികസിച്ചതിനെല്ലാം സങ്കോചിക്കണം. ഇത് സയൻസ് അല്ലേ പഠിപ്പിക്കുന്നത്? ഇത് ആധുനിക ഫിസിക്സ് പഠിപ്പിക്കുന്നതല്ലേ? എക്സ്പാൻഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഓപ്പോസിറ്റുമുണ്ട്. അത് തിരിച്ച് വന്ന് ചേരേണ്ടതുമുണ്ട്. എവിടെ നിന്നാണോ വന്നത് അത് അതിലേക്ക് എത്തിച്ചേരണം. അപ്പോൾ ഒരു കോൺട്രാസ്റ്റ് ഉണ്ടായേ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് നാം മനസ്സിലാക്കണം, ഓങ്കാരം ചൊല്ലുന്നത് നമ്മുടെ മനസ്സിനെ വികസിപ്പിക്കാനാണ്, ആ മനസ്സിനെ അതിൻ്റെ ഊർജത്തിലേക്ക് സംയോജിപ്പിക്കാനാണ്. അപ്പം മനസ്സിനെ ലതാർജി അല്ലെങ്കിൽ റെസ്റ്റ്ലെസ്നെസ് വികസിപ്പിച്ച് അതിനെ അനന്തമായൊരു ഊർജത്തിലേക്ക് നമ്മൾ ചേർക്കുന്ന സമയത്ത് ഉള്ളിലുണ്ടാകുന്ന അനന്തമായൊരു സുഖവും സന്തോഷവും ശക്തിയും. ഇതാണ് ഋഷിവര്യന്മാർ ഓങ്കാരത്തിലൂടെയൊക്കെ നമ്മളെ പരിശീലിപ്പിച്ചത്. അതിൽ മതത്തിൻ്റെ വെറുതെ കളർ ചേർത്തിട്ട് അത് ഹിന്ദുക്കൾക്ക് മാത്രമേ പാടുള്ളൂ എന്നൊക്കെ പറയുന്ന ചില പോത്തുകളോട് തർക്കിക്കാൻ പോവാതിരിക്കുന്നില്ല. കാരണം അവരിതിനെക്കുറിച്ച് മനസ്സിലാക്കാനും തയ്യാറില്ല. അവരേതോ പൊട്ട മതങ്ങളിലെ വിശ്വാസങ്ങൾ കൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ട് അവരോട് തർക്കിച്ചിട്ട് കാര്യമില്ല. കാരണം അവർ ഓൾറെഡി അവരുടെ മൈൻഡ് പൊല്യൂട്ടഡായിപ്പോയി. നമുക്കിത് പഠിക്കാം. അപ്പോൾ അതുകൊണ്ട് അച്ഛനമ്മമാരുടെ ജോലിയാണ് ചെറുപ്പത്തിലെ കുട്ടികളെ പ്രാണായാമവും പ്രണവവും, അതായത് ഓങ്കാരവും പരിശീലിപ്പിക്കുക. ഇങ്ങനെ നമുക്കൊരു സമൂഹം വാർത്തെടുക്കാൻ സാധിച്ചാലുണ്ടല്ലോ, ഒരു കുട്ടിയുടെ ഉള്ളിൽ നിന്ന് തമോ ഗുണവും രജോ ഗുണവും മാറിക്കഴിഞ്ഞാൽ സാത്വികമായ ഏകാഗ്രത, സാത്വികമായ കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു ഇൻ്റലിജൻസ് ആ കുട്ടിയിൽ ഡെവലപ്പ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾറെഡി ദെയർ. ഞാൻ പറയില്ലേ, ഒരു നല്ല ഡയമണ്ട് നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ ജോലി ആ ഡയമണ്ടിനെ ഏറ്റവും വില പിടിച്ച ഡയമണ്ടാക്കി തീർക്കുന്ന കൊത്തുപണിയാണ്. ഇതുപോലെ കഴിവുറ്റ ഒരു മനസ്സ് നമ്മളിലുണ്ട്. അപ്പം അതിന് തടസ്സം നിൽക്കുന്ന തമോ ഗുണത്തെയും രജോ ഗുണത്തെയും നമ്മളതിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് കഴിവുള്ളൊരു വ്യക്തി വരും. അപ്പം അങ്ങനെ ഒരു കഴിവുള്ള വ്യക്തിയെ വാർത്തെടുക്കുന്നതാണ് ജീവിതത്തിൻ്റെ വിജയം. മറക്കരുത്, അതെല്ലാ വ്യക്തികൾക്കും നേടിയെടുക്കാനുള്ള കഴിവും സാമർഥ്യവും പ്രാപ്തിയുമുണ്ട്. അപ്പം അതിലേക്ക് നമ്മളെ പടിപടിയായി ഉയർത്തിയാണ് കൃഷ്ണൻ. അതിലേക്ക് മുന്നോട്ട് പോയി മരണം വരെ ആ സുഖവും സന്തോഷവും ശാന്തിയും ശക്തിയും ധൈര്യവും കരുത്തും നമ്മളിൽ നിലനിർത്താനുള്ള മാർഗമാണ് കൃഷ്ണൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ 5-ാം അധ്യായത്തിൽ കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. കൃഷ്ണൻ എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ വികസിപ്പിക്കാനുള്ള വഴികൾ പറഞ്ഞു തരുന്നതെന്ന്. അപ്പോൾ അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.